ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിയ സ്പൈസ് വേൾഡ്. ഇന്ന് നമ്മളൊരു ഈസി ബ്രിഞ്ചാൽ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കാണാൻ പോണത്. ചില ദിവസം നമുക്ക് കുക്ക് ചെയ്യാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ ടേസ്റ്റുള്ള സാധനം കഴിക്കാൻ തോന്നും. അപ്പോൾ ഈ ബ്രിഞ്ചാൽ ഫ്രൈ അങ്ങനത്തെ ഒരു പെർഫെക്റ്റ് ഡിഷാണ്. അധികം മസാലയൊന്നും ഇല്ലാണ്ട് സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനും പിന്നെ അധികം കുക്കിംഗ് എക്സ്പേർട്സ് അല്ലാത്തവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ബ്രിഞ്ചാൽ ഫ്രൈ ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1/2 കിലോ ഗ്രീൻ ബ്രിഞ്ചാലാണ്. ഗ്രീൻ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രിഞ്ചാൽ ചൂസ് ചെയ്യാം. വഴുതനങ്ങ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ചെറുതും ടെൻഡർ ആവണം, അപ്പോഴാണ് നമ്മുടെ ഡിഷിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വഴുതനങ്ങ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വഴുതനങ്ങ കട്ട് ചെയ്ത ഉടനെ കറുത്തു പോകും. ഇനി ഓരോ വഴുതനങ്ങ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ വലുതായി കട്ട് ചെയ്തെടുക്കണം. അധികം ചെറിയ പീസ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വഴുതനങ്ങ ആകെ മുഷിയായി പോവും. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ വലിയ പീസുകളായിട്ട് തന്നെ വേണം. കട്ട് ചെയ്ത് ഇടുമ്പോൾ ഞാൻ അപ്പം തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ വഴുതനങ്ങ കറക്കില്ല. അങ്ങനെ എല്ലാ വഴുതനങ്ങയും ഞാൻ കട്ട് ചെയ്ത് എടുത്തു. നമ്മുടെ ഈ റെസിപ്പിയിൽ ഇത് മാത്രമേ കട്ടിങ് ഉള്ളൂ. ഇതിൽ നമ്മൾ ഉള്ളിയോ തക്കാളിയോ ഒന്നും ആഡ് ചെയ്യാൻ പോണില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ പണിയും കഴിയും. ഇനി പെട്ടെന്ന് തന്നെ ഒരു കടായി നമുക്ക് ചൂടാക്കാം. കടായി ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്ന്, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 8 ചതച്ച വെളുത്തുള്ളി, 3 ചുവന്നമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, അതൊക്കെ ഇട്ടിട്ട് ഒന്ന് സോട്ടേ ചെയ്യണം. എല്ലാം ഒന്ന് ഫ്രൈ ആവുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വഴുതനങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിമിന് ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യണം. കടായിനെ ഇനി മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇടയിൽ 1-2 പ്രാവശ്യം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 5 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ വഴുതനങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റായി ഉണ്ടാവും. ഈ സ്റ്റേജിൽ നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യമുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം തിരിച്ചും നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഫ്ലെയിം ലോയിൽ തന്നെ വേണം. തിരിച്ചു നമുക്ക് മൂടി വെച്ചിട്ട് വഴുതനങ്ങനെ നന്നായി കുക്ക് ചെയ്ത് എടുക്കാം. ഒരു 4-5 മിനിറ്റിൽ തന്നെ നമ്മുടെ വഴുതനങ്ങ സൂപ്പറായിട്ട് കുക്കായിട്ടുണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് തിരിച്ചും നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മിനിറ്റ് നന്നായി മിക്സ് ചെയ്യണം. നമ്മുടെ വഴുതനങ്ങ ഈ സമയമാകുമ്പോഴേക്കും നല്ല സോഫ്റ്റും പക്ഷെ നല്ല റോസ്റ്റ് ആയിട്ടുണ്ടാവും. ഫൈനലി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്യാം. ഉടനെ തന്നെ സ്റ്റൗവും ഓഫ് ചെയ്യാം. അങ്ങനെ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ നല്ല ഒരു സൂപ്പർ ഈസി ആൻഡ് ടേസ്റ്റി ബ്രിഞ്ചാൽ ഫ്രൈ റെഡിയായി. ഇതുണ്ടാക്കാൻ കഷ്ടി ഒരു 15 മിനിറ്റ് മതി. ഇത് ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണേ, പിന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കണേ. സോ സീ യു സൂൺ ഇൻ അനദർ വീഡിയോ. ബൈ.